ഹായ്, ഞാൻ നിങ്ങളുടെ ജീവ മിസ്. സിവിലിയൻസിൻ്റെ ട്രിവാൻഡ്രം, കോഴിക്കോട്, കൊല്ലം സെൻറ്ററുകളിലും ഓൺലൈൻ ബാച്ചസിലും ഹൈഡ്രോളജി, ഇറിഗേഷൻ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ്. കഴിഞ്ഞൊരു 7 വർഷമായിട്ട് ഞാൻ സിവിലിയൻസിനോടൊപ്പം ഉണ്ട്. 7 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു കരിയറിലും അതൊരു ലോങ് സ്പാനാണ്. അപ്പോൾ ഇത്രയും വർഷമായോ എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ അതിശയം തോന്നുന്നുണ്ട്. കാരണം 7 വർഷം കടന്നുപോയത് അറിഞ്ഞിട്ടേ ഇല്ല. എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു പ്ലേസാണ് സിവിലിയൻസ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സർക്കാർ ജോലിയിൽ എത്തിച്ച ഒരു ടീമാണ് സിവിലിയൻസ്. ആ ടീമിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ആ ടീമിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ടീച്ചിങ് കരിയർ ഇത്രയും റിവാർഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സിവിലിയൻസിൽ വന്നതിന് ശേഷമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സർക്കാർ ജോലിയിൽ എത്തിച്ച ഒരു ടീമാണ് സിവിലിയൻസ്. ആ ടീമിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു അഭിമാനവുമാണ്, അതിലേറെ സന്തോഷമാണ്. കാരണം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ എല്ലാ ഫാക്കൽറ്റീസും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. വളരെ റിവാർഡിങ്ങുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 7 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ ഓരോ ബാച്ച് തുടങ്ങുമ്പോഴും കുട്ടികൾ വരുന്നത് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ചില കുട്ടികളുടെ മുഖത്ത് ഒരു ആശങ്കയാണ്, എൻ്റെ ഫ്യൂച്ചറിന് എന്താവും, നല്ല ജോലി കിട്ടുമോ. പിന്നെ ചില കുട്ടികൾ ആദ്യമായിട്ട് കോച്ചിങ്ങിന് വരുന്നവരുണ്ടാവും. മുന്നേ ഒന്നും സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും കോച്ചിങ്ങിന് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ട് കോച്ചിങ് ക്ലാസ്സിൽ വരുന്ന കുട്ടികളുണ്ട്. കോളേജ് ലൈഫ് നന്നായിട്ട് ഉഴപ്പി നടന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോ എന്താ പറയുക, ആശങ്കയുണ്ട്, ടെൻഷനുണ്ട്. പിന്നെ അതുപോലെ വീട്ടമ്മമാർ വരാറുണ്ട്. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം, പാസ് ഔട്ടായി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കോച്ചിങ്ങിനായിട്ട് വരുന്ന കുട്ടികളുണ്ട്. വീട്ടമ്മമാരായിട്ടുള്ളവർ, തീരെ ചെറിയ കുഞ്ഞുങ്ങളുടെ അമ്മമാർ വരാറുണ്ട്. പാർട്ട് ടൈം ജോലിയോടൊപ്പം പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ട്, വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട്. പിന്നെ അതല്ലാതെ നാട്ടിൽ ഇല്ലാതെ ഇപ്പോൾ ഫാമിലിയോടൊപ്പം വിദേശ രാജ്യങ്ങളിലായിരിക്കാം, അങ്ങനെയുള്ള കുട്ടികൾ ഓൺലൈൻ ബാച്ചസിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ സിവിലിയൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഇനിഷ്യലി ഉള്ള ഫേസ് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ക്ലാസ്സസ് ഒക്കെ തുടങ്ങി പതിയെ അവർ പഠിത്തത്തിൻ്റെ ട്രാക്കിലേക്ക് ആകുന്നു. പിന്നെ പരീക്ഷകൾ എഴുതുന്നു, ഒരുപാട് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പരീക്ഷയുടെയൊക്കെ റിസൾട്ട് വരുന്ന സമയം, അതാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളത്. കാരണം ഒരു സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ IIT, ISC പോലെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അവരത് വന്ന് നമ്മളോട് പറയുമ്പോൾ ആ മുഖത്ത് കാണുന്നൊരു സന്തോഷമുണ്ട്. അത് ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സക്സസ്സാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷമാണ്. കാരണം ഏതൊരു ടീച്ചറിനും, എനിക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനായാലും, ഏതൊരു ടീച്ചറിനും ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടുമ്പോഴാണ്. അവരാഗ്രഹിച്ചൊരു ജോലിയിലേക്കോ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കോ അവരെത്തിപ്പെടുമ്പോഴാണ് നമ്മൾ ചെയ്ത ജോലിയുടെ ഒരു റിവാർഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സക്സസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മൊമെൻറ്റ്സ് എനിക്ക് കിട്ടിയത്, എൻ്റെ കരിയറിൽ എനിക്ക് കിട്ടിയത് സിവിലിയൻസിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു എന്താ പറയുക, പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന മൊമെൻറ്റ്സാണ് എല്ലാം. ഇപ്പോൾ അതിനേക്കാളും വലുതായിട്ട് നമുക്ക് ആവശ്യപ്പെടാനൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട്, മിസ്സിൻ്റെ സമ്പാദ്യം എന്താണ് എന്ന് ചോദിക്കും. ആസ് എ ടീച്ചർ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ സ്റ്റുഡൻസാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ SSCയിലൂടെയും റെയിൽവേയിലൂടെയും ജോലി കിട്ടിയവർ, അഡ്മിഷൻ കിട്ടി IITകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, IASCയിൽ പഠിക്കുന്നവർ, അതിലൂടെ നല്ല പ്ലേസ്മെൻറ്റ് കിട്ടി ഫോറിൻ ഫേംസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഒരു ടീച്ചറിന് ലൈഫ് ലോങ് സേവിങ്സ് എന്ന് പറയുന്നത്. മണിയല്ല ശരിക്കും നമ്മുടെ സേവിങ്സ് ആണ്. ഈ ഒരു അച്ചീവ്മെൻറ്റ് ഇനി വർഷങ്ങൾക്ക് ശേഷം എപ്പോൾ ഞാൻ അവരെ കണ്ടാലും അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു തിളക്കമുണ്ട്, അതിന് നമുക്ക് വില കൊടുക്കാൻ പറ്റില്ല. അതാണ് സത്യം. അപ്പോൾ അതാണ് എനിക്ക് സിവിലിയൻസിൽ വന്നപ്പോൾ ഇത്ര റിവാർഡിംഗ് ആയിട്ട് തോന്നാനുള്ളൊരു കാരണം. ഇത്രയും ഹാപ്പി ആയിട്ട് 7 വർഷം കടന്നുപോയത് അറിയാതെ ഞാൻ ഈ സിവിലിയൻസിൻ്റെ ഭാഗമായിട്ട് തുടരുന്നതും ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കാരണമാണ്.
ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ സക്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ടീമിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹൈഡ്രോളജി ഇറിഗേഷനുമാണ് ഇവിടെ ഹാൻഡിൽ ചെയ്ത്. അപ്പോൾ ഈ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വാശി എന്ന് പറയുന്നത്, ഞാൻ പഠിപ്പിക്കുന്നതിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടണം. ഒരു പരീക്ഷ നടക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും പഠിപ്പിച്ചതായിരിക്കണം എന്നുള്ളൊരു വാശിയോട് കൂടിയാണ് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഫാക്കൽറ്റീസും ഈ ഒരു വാശിയോട് കൂടിയാണ് ക്ലാസ് എടുക്കുന്നത്. അത് മാത്രമല്ല, ആദ്യമായിട്ട് ഒരാൾ എങ്ങനെയാണോ സിവില് കേൾക്കുന്നത്, വീട്ടിലേക്ക് പോലും പഠിക്കാത്ത ഒരാൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവണം. ആ രീതിയിലാണ് നമ്മളിവിടെ എല്ലാവരും ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഭാഷയിൽ, സിമ്പിളായിട്ട് ഏതൊരു ആൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരും അതാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഏതൊരു IQ ലെവലിൽ നിൽക്കുന്ന സ്റ്റുഡൻറ്റിനും മനസ്സിലാവത്തക്ക രീതിയിലാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുക. ക്ലാസ്സിനോടൊപ്പം അവർ പഠിച്ചത് മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് പേഴ്സണലായിട്ട് മെൻറ്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും ഒരു ലോങ് പീരീഡ് ഓഫ് കോച്ചിങ്, ഒരു 6-7 മാസത്തെ കോച്ചിങ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ഡൗൺ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ടീച്ചറാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഡൗൺ ആകാതിരിക്കാൻ അവർക്ക് നമ്മൾ മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇമോഷണലായിട്ട് എന്ത് പ്രശ്നം അവർക്കുണ്ടെങ്കിലും എല്ലാ ടീച്ചേഴ്സും ഒരു പാരൻറ്റിനെ പോലെ അവരുടെ കൂടെ നിൽക്കും. കാരണം നമുക്കവർ സ്റ്റുഡൻസ് എന്നല്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ജോലി തീർക്കുന്ന പോലെയല്ല. നമ്മുടെ ഓരോ സ്റ്റുഡൻസുമായിട്ട് നമുക്കൊരു നല്ലൊരു റിലേഷനുണ്ട്, ആത്മബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ഫേസും നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും, എല്ലാ ഫാക്കൽറ്റീസിൻ്റെയും വാശി അത് തന്നെയാണ്. പഠിപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും ചോദ്യങ്ങൾ അവർക്ക് കിട്ടണം എന്നുള്ളൊരു വാശിയാണ്. ഈ വാശിയുടെ പുറത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 54 ഒന്നാം റാങ്കുകൾ നമുക്ക് കിട്ടിയതും. കഴിഞ്ഞ 2 വർഷം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനെ ഗേറ്റ് ക്വാളിഫൈ ചെയ്യിക്കാൻ പറ്റി ഇന്ത്യയിൽ എന്നുള്ളത് എല്ലാത്തിൻ്റെ ക്രെഡിറ്റും ഈ ഒരു വാശിയിൽ, ഈ ടീമിൻ്റെ ആ ഒരു വാശിയുണ്ട്. ആ വാശിയുടെ പുറത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു സക്സസ് ഒക്കെ ഉണ്ടായത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനും വളരെ പ്രൗഡാണ് ഈ ഒരു ടീം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസ്, ഈ ടീം മെമ്പേഴ്സ്. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതും ഒരു എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമ്മൾ മാറും. ഒരിക്കലും നമുക്കൊരു എനർജി ഡ്രോപ്പ് ഒന്നും ഫീൽ ചെയ്യില്ല. ഇത്രയും ഒക്കെ നമ്മൾ വർക്ക് ചെയ്തു നമുക്ക് തോന്നുന്നു പോലുമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ പ്ലഷർ വർക്കിംഗ് അറ്റ് സിവിലിയൻസ് ബേസിക്കലി. ഇനി വരാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അപ്പം നിങ്ങളിതൊക്കെ കേട്ടു, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള വാഗ്ദാനം എന്ന് പറയുന്നത്, സിവിലിയൻസ് ഒരു ഫാമിലിയാണ്. ഒരു കുട്ടി ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡൻ്റായിട്ടല്ല, സിവിലിയൻസ് ഫാമിലിയിൽ ഒരു മെമ്പറായിട്ടാണ് ജോയിൻ ചെയ്യുക. ഞങ്ങൾ പാസ് ഔട്ടായി പോകുന്ന ഓരോ സ്റ്റുഡൻറ്റിനോടും പറയാറുണ്ട്, ഇത് നിങ്ങളുടെ ഫാമിലിയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, ഞങ്ങളെ കാണാം, നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം, നിങ്ങളുടെ എല്ലാ ഹാപ്പി മൊമെൻറ്റ്സിലും ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം നിങ്ങളിവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഫാമിലി മെമ്പറായിട്ടാണ് ജോയിൻ ചെയ്യുക. കാരണം ഇതൊരു ടീമാണ്. ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ചെയ്യാനും നമ്മൾ എന്താണ് പറയുക, മുന്നോട്ട് ലൈഫിൽ മുന്നോട്ട് പോകാനും ഏറ്റവും എനർജറ്റിക് ആയിട്ടും എന്തൂസിയാസ്റ്റിക്കുമായിട്ടും കൂടെ നിൽക്കുന്ന ഒരു ടീമാണ് സിവിലിയൻസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങളിവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു രക്ഷകർത്താവിൻ്റെ കരുതലോടെ, അല്ലെങ്കിൽ ഒരു ചേട്ടനോ ചേച്ചിയോ കൂടെ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെ, അതായത് നിങ്ങളുടെ സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾ എത്തുന്നത് വരെ വീണു പോകാതെ നിങ്ങളെ കൈ പിടിച്ച് നടത്തിക്കാൻ ഞാനുണ്ടാകും. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും. അതെൻ്റെ പ്രോമിസാണ്, എൻ്റെ ഉറപ്പാണ്. സോ കാണാം സിവിലിയൻസിൽ.